വീണ്ടും ബോണക്കാട് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ചൊരു യാത്രയും കഴിഞ്ഞ് ഞങ്ങളിതാ ബോണക്കാടെത്തി. ടോട്ടൽ നമ്മൾ 3 സെറ്റിൽമെന്റ് ഏരിയകളിൽ കൊടുക്കുവാനുള്ള കിറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഏരിയയിൽ എത്തി കൂട്ടുകാരെ. ഇവിടെ കുഞ്ഞുമക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പഠനോപകരണങ്ങളും ഡ്രസ്സുകളുമാണ് കൊടുക്കുവാനുള്ളത്. നമുക്കൊക്കെ സെപ്പറേറ്റ് സ്റ്റഡി റൂമുകൾ ഉണ്ടെങ്കിൽ പോലും പഠിക്കാറില്ല. ഈ ഒരു ഹാളിലിരുന്നാണ് കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ ITI കോളേജ് വിദ്യാർത്ഥികൾ വരെ ഇരുന്ന് പഠിക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ആകത്തില്ല. നമുക്കൊക്കെ കുഞ്ഞു പ്രായം മുതലേ മാറി മാറിയിടാൻ ഒരുപാട് വസ്ത്രങ്ങൾ, എഴുതുവാനും വരയ്ക്കുവാനും ഒരുപാട് പുസ്തകങ്ങൾ. ഒരുപാട് കുഞ്ഞുമക്കളുടെയും അമ്മമാരുടെയും കണ്ണുനീർ കണ്ട ആ നിമിഷം ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്, ഇത്രയും കാലം ഞാൻ സകല സൗഭാഗ്യത്തോടു കൂടിയാണ് ജീവിച്ചതെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിറങ്ങി ഫുഡും കഴിച്ച് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് കൂട്ടുകാർ. അങ്ങനെ അവിടെ നിന്ന് ഒത്തിരി യാത്ര ചെയ്ത് അടുത്ത സെറ്റിൽമെന്റ് ഏരിയയിലെത്തി. ഇതുവരെ നമുക്ക് വണ്ടി വരത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് ഒരുപാട് മുകളിലാണ് നമുക്ക് അടുത്ത് പോകാനുള്ള ഏരിയ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നടന്ന് നമ്മൾ ഇവിടെ എത്തിയാൽ നമ്മുടെ കൂടെ വന്നാൽ ഒരു ഫാമിലി കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിൽ എല്ലാ ഭക്ഷ്യകിറ്റും കൊടുത്ത് നേരെ മുകളിലേക്ക് വിട്ടു. ഇവിടെ ഉള്ളവരുടെ ഓരോരുത്തരുടെയും പേരുകൾ നേരത്തെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഫുഡ് കിറ്റും വെജിറ്റബിൾ കിറ്റും ഓരോ ഡ്രസ് കിറ്റുമാണ് കൊടുക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഇവർ ഈ കിറ്റുകൾ കൈപ്പറ്റുന്നത് കണ്ടിട്ട് ഇന്നലെ പാക്കിങ്ങിന് വേണ്ടി ചിലവഴിച്ച സമയങ്ങൾ ഏറെ വിലപ്പെട്ടതായി തോന്നിപ്പോയി എനിക്ക്. കൂട്ടുകാരെ, അപ്പോൾ 3ാമത്തെ ഏരിയയിൽ പോകുന്ന വീഡിയോയ്ക്ക് കാത്തിരിക്കുക. താങ്ക്സ് ടു ഹിയർ മീ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.